السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. بسم الله الرحمن الرحيم. فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس. صدق الله العلي العظيم. ബഹുമാനാദരവുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, വളരെ ഗഹനമായ ചർച്ചകളാണ് വിശുദ്ധ തഫ്സീർ ജലാലൈനിയുമായി ആസ്പദമായിക്കൊണ്ട് ഇവിടെ നടന്ന ചർച്ചകളെല്ലാം. ഞാൻ എൻ്റെ വിഷയം കടക്കുന്നതിന് മുമ്പായിട്ട് ഉണർത്തുന്നൊരു കാര്യം, 1994-95 കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് സന്ദർശകരായി സമ്മേളനങ്ങളിലും മറ്റുമൊക്കെ കടന്നു വന്നിരുന്ന ലബനാനിലെ വലിയ പണ്ഡിതന്മാർ, അവർ തവസ്സുൽ ഇസ്തിഗാസ വിഷയങ്ങളിലൊക്കെ കേരളക്കാരായ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മഹത്തുക്കൾ പറയുന്നതിനേക്കാളും കടുപ്പമേറിയ വിഷയങ്ങളൊക്കെ അഖീദയുടെ വിഷയത്തിലൊക്കെ സംസാരിക്കുന്നവരായിരുന്നു. അവർ പല പ്രാവശ്യം ജാമിയ മർക്കസ് സഖാഫ സുന്നിയ, ജാമിയ സഅദിയൊക്കെ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ സമ്മേളനങ്ങളും മറ്റൊക്കെ പങ്കെടുത്തു. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന സിലബസുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ചു പോയതിൻ്റെ ശേഷം ജാമിയ സഅദിയയിലേക്ക് ഷെയ്ഖുന നൂറുൽ ഉലമ MA ഉസ്താദ്, അല്ലാഹു തആല നമ്മുടെ വഫാത്തായ ഉസ്താദുമാർക്കൊക്കെ ദർജകൾ ഉയർത്തുമാറാവട്ടെ, നമ്മുടെ മഹാന്മാർ മഹത്തുക്കൾ ഉസ്താദുമാർക്ക് നേതൃത്വത്തിനൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അവർ 2 ഗ്രന്ഥങ്ങളെ വിമർശിച്ചുകൊണ്ട് കത്തുകൾ എഴുതി. അതിലൊന്ന് ജലാലൈനിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ജലാലൈനി നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നു, അത് നിങ്ങളവിടുന്ന് വലിച്ചെറിയണമെന്നാണ് ഒരെഴുത്ത്. പിന്നൊന്ന് ഇഹ്യാ ഉലൂമുദ്ദീനെ വിമർശിച്ചുകൊണ്ടായിരുന്നു. ഇതിന് രണ്ടിനും മഹാനായ ഷെയ്ഖുന നൂറുൽ ഉലമ MA ഉസ്താദ് മറുപടി എഴുതി. ഞാനാണെന്ന് ഉസ്താദിൻ്റെ കത്തുകളൊക്കെ ടൈപ്പ് ചെയ്ത് കത്ത് പോസ്റ്റ് അയക്കാറുള്ളത്. അപ്പോൾ ഉസ്താദ് അന്ന് ഫലപ്രദമായി അവരെ ധാരാളം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ വിഷയം എന്താണ് ജലാലൈനി എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള, ആരാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, അവരെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള മറുപടിയാണ് ഉസ്താദ് എഴുതിയത്. നേരത്തെ ഇവിടെ മലയമ്മ സഖാഫി ഉസ്താദ് പറഞ്ഞപ്പോൾ ആധുനിക കാലത്തുള്ള ആളുകൾ ജലാലൈനിയെ വിമർശിക്കുമ്പോൾ പോയി പണി നോക്കടാന്ന് ഓലോട് പറയുക. അതേ അവസരത്തിൽ നല്ല തഴക്കവും പഴക്കമൊക്കെ ചെന്ന ആളുകൾ ജലാലൈനിയുടെ വിമർശനവുമായി വന്നാൽ അവിടെ ഇന്ന രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത് എന്ന് അവരോടും പറഞ്ഞു കൊടുക്കുക എന്ന നല്ലൊരു മറുപടി നേരത്തെ നമുക്ക് ലഭിച്ചു. ആ മറുപടി തന്നെയാണ് മഹാനായ ഷെയ്ഖുന നൂറുൽ ഉലമ MA ഉസ്താദ് അന്ന് ആ വലിയ പണ്ഡിതന്മാരാണ് അവർക്ക് കൊടുത്ത മറുപടി. അത് ഞാൻ ഇവിടെ ഒരു ഭാഗത്തിങ്ങനെ ഉണർത്തിയെന്നുള്ളൂ. ഇത് ഈ അതുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഉണർത്തിയതാണ്. പിന്നെ ഇവിടെ ഫൈസൽ ഉസ്താദ് നേരത്തെ എന്നോട് ഉണർത്തിയിരുന്നു, നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നാടുകളെ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ഖറിയകൾ, ആ ഖറിയകളെ ജലാലൈനി വിശദീകരിച്ച ഖറിയകൾ, അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഖുർആൻ ചരിത്രഭൂമിയിലൂടെ ഇങ്ങനെയുള്ളൊരു യാത്രകൾ സാധാരണ നടത്തി വരാറുണ്ട്. അത് യാത്ര നടത്തി വരുമ്പോൾ നമ്മൾ നേരത്തെ പോയിട്ട് ഇറങ്ങുന്ന ജോർഡാനിൽ, ഉർദുൻ, അമ്മാനിൽ പോയിട്ട് ഇറങ്ങിയ അന്ന് തന്നെ വൈകുന്നേരം മഗ്‌രിബാകുന്നതിന് മുമ്പായി അല്പസമയം ഞങ്ങൾ അന്ന് സിയാറത്തിന് വേണ്ടി സമയമെടുക്കും. അക്കൂട്ടത്തിലൊന്ന് അസ്ഹാബുൽ കഹ്ഫിൻ്റെ സിയാറത്തിന് വേണ്ടിയാണ് പോവുക. പോകുമ്പോൾ അം ഹസിബത അന്ന അസ്ഹാബുൽ കഹ്ഫി വറഖീം കാനൂ മിൻ ആയാതിന അജബ എന്ന് തുടങ്ങി ആ റഖീം, അതിലെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് അവിടെ സ്ഥാപിച്ച ഫലകമാണോ, ആ നാടിൻ്റെ പേര് തന്നെ റഖീം എന്നാണ്. അത് നമ്മളെ ജലാലൈനിലെ ഖറിയായിട്ട് ഉൾപ്പെടുത്തിയോ പറയുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചർച്ചകളിലേക്കല്ല ഞാൻ വരുന്നത്. പിറ്റത്തെ ദിവസം ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത് പിന്നെ നമ്മളെ ജലാലൈനിൽ ഒരു ഖറിയ, അത് വൈലാ മദിയന അഖാഹും ശുഐബൻ, മഹാനായ സയ്യിദുനാ ശുഐബ് നബി അലൈഹി ഇസ്ലാമിനെ മദിയൻ നിവാസികളിലേക്ക് പ്രവാചകനായി നിയോഗിച്ചു. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം ഖിബ്തിയെ കൊന്നതുമായ വിഷയം. അങ്ങനെ ആ നാട്ടിൽ നിന്ന് വജാ റജുലുൻ മിൻ അഖ്സൽ മദീന, എന്ത് ചെയ്തു, ഒരാൾ വന്നിട്ട് പറയുകയാണ്,
മൂസ നീ രക്ഷപ്പെടണം, നിന്നെ കൊല്ലാൻ ഗൂഢാലോചന നടക്കുന്നുണ്ട്. അങ്ങനെ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാം 8 രാവും പകലും നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ചെയ്തുകൊണ്ട് ഈജിപ്തിൽ നിന്ന് എത്തിച്ചേർന്ന പ്രദേശമാണ് മദിയൻ. ഫലമ്മ വറദ മാ മദിയന വജദ അലൈഹി ഉമ്മത്തം മിനന്നാസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സാധാരണ യാത്രയിൽ അങ്ങനെ ആ മദിയൻ പ്രദേശത്ത് പോവാറുണ്ടെങ്കിലും ശരിയായ ഈ മദിയൻ എന്ന് പറയുന്ന ഖറിയയിലേക്ക്, ഗ്രാമത്തിലേക്ക് അങ്ങനെ പോവാറില്ലായിരുന്നു. ഇപ്പം എൻ്റെ അവസാന യാത്രകളിൽ 3 പ്രാവശ്യമാണ് ആ ഗ്രാമം കണ്ടുപിടിച്ചതും അവിടേക്ക് പോയത്. സാധാരണ പോകുന്ന ഒരു ഗ്രൂപ്പും അവിടെ പോവാറില്ല, അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. അതേ അവസരത്തിൽ മദിയന് ചോദിച്ചാൽ മടിയന്മാരായ ഞങ്ങളുടെ ഗ്രൂപ്പ് ഗൈഡുമാർ പറയും, അതായത് ആ നാട്ടുകാരായ ആൾക്കാർ പറയും, ഈ കിർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോവുക. കിർക്ക് എന്ന് പറയുന്നത് മുഅ്തത്ത് യുദ്ധം നടന്ന സ്ഥലമാണ്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ഹിജ്റ 8-ാം വർഷം ജുമാദിൽ ആഖിർ മാസത്തിൽ നടന്ന യുദ്ധമാണ് ഏത്? മുഅ്തത്ത് യുദ്ധം. ആ മുഅ്തത്ത് യുദ്ധം നടന്ന സ്ഥലം അത് നമ്മൾ മങ്കൂസ് മൗലൂദൊക്കെ ഓതുമ്പോൾ കാണാം, മഹദി ആമിന ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ട് ഖുസൂറു ബുസ്റാ മിൻ അർളി ഷാം, ഷാമിൻ്റെ മണ്ണിൽ അവിടുത്തെ ബുസ്ര പട്ടണത്തിലെ കൊട്ടാരങ്ങളൊക്കെ കാണിക്കപ്പെട്ടു. അപ്പോൾ ആ ബുസ്ര പട്ടണമാണ് ശരിക്കും അത്. ആ പ്രദേശം ഇന്ന് കിർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ കിർക്ക് അവിടെയാണ് മുഅ്തത്ത് യുദ്ധം നടന്നത്. ആ മുഅ്തത്ത് യുദ്ധം നടന്ന അവിടെയുള്ള 3 ക്യാപ്റ്റന്മാരെ സിയാറത്ത് ചെയ്ത് നമ്മൾ തിരിച്ച് അമ്മാനിലേക്ക് വരുന്ന വഴിയിൽ അവിടെ ഒരു ബോർഡ് കഴിഞ്ഞ യാത്രകളിൽ ഞാൻ കണ്ടു, ഇലാ ബിഇരി മദിയൻ, ബിഇർ മദിയനിലേക്കുള്ള വഴിയെന്ന്. അപ്പോൾ ഞാൻ ഗൈഡിനോട് ചോദിച്ചു, ഇത് ഇവിടെ അടുത്ത് തന്നെയല്ലേ, നിങ്ങൾ ഇത് കുറേ ദൂരാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റിക്കലാണ് സാധാരണ, ഇവിടെ നിന്ന് പോയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു പോവാ എന്ന് പറഞ്ഞു. വഴികളിങ്ങനെ ചോദിച്ച് അന്വേഷിച്ച് നടന്ന് ഇന്നും ആ ഗ്രാമത്തിൻ്റെ ആ തനി പിന്നെ ഗ്രാമത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കത ഉണ്ടാവുമല്ലോ, അത് നിലനിൽക്കുന്ന ആടുകളൊക്കെ മേയിച്ച് ചെറിയ കുടിലുകളിലൊക്കെ താമസിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ നിലകൊള്ളുന്നൊരു പ്രദേശം. അവിടെ ഇങ്ങനെ മലകളും കാര്യങ്ങളും ഇങ്ങനെ വാദികളൊക്കെ ഇങ്ങനെ ഇറങ്ങിച്ചെന്ന് നമ്മൾ എത്തിച്ചേർന്നാൽ മഹാനായ സയ്യിദന മൂസാ നബി അലൈഹിസ്സലാം അന്ന് അടഞ്ഞു കിടക്കുന്ന വലിയ പാറകൾ വന്ന് അടഞ്ഞു കിടക്കുന്ന ആ ഒരു കിണറാണ് എന്ത് ചെയ്തത്, അതിൻ്റെ പാറ നീക്കിയിട്ട് ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾക്ക് വെള്ളം കുടിപ്പിച്ചത്. അപ്പോൾ ആ പ്രദേശം ഇന്നും അൽഹംദുലില്ലാ ആ കിണർ അങ്ങനെ തന്നെ ഉണ്ട്. അവിടെ ഏത് കാലാവസ്ഥയിൽ നമ്മൾ പോയാലും അവിടെ നിന്ന് വെള്ളം കുടിക്കുക. കഴിഞ്ഞൊരു യാത്രയിലൊക്കെ പോയാൽ നമ്മളെ നാട്ടുകാരനും കൂടിയായ സൂഫിയാജിയൊക്കെ ആ യാത്രയിൽ ഉണ്ടായിരുന്നു, നമ്മളെ ഇവിടെ പാറമ്മൽ താമസിക്കുന്ന. അപ്പോൾ സൂഫിയാജി ആ കിണറിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇറങ്ങിയിട്ട് സൂഫിയാജി ഇറങ്ങിയിട്ട് എല്ലാവർക്കും ഇങ്ങനെ കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ അതിൽ നിന്ന് എടുത്തു കൊടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ഖുർആൻ തഫ്സീറൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന ആളുകൾക്കും പഠിപ്പിക്കുന്ന ആളുകൾക്കൊക്കെ പോയാൽ വളരെ ഗുണമുള്ളതാണ് ഈ യാത്ര. എന്തെന്ന് വെച്ചാൽ നമ്മൾ മഹാന്മാരായ മഹത്തുക്കളായ പ്രവാചകന്മാരെയും ഖുർആനിൽ പറഞ്ഞ ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ പോകുന്ന നാടുകളിലൂടെയൊക്കെയുള്ള യാത്രകളിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ് അധിക ചരിത്രവും. അപ്പോൾ അതിങ്ങനെ കാണുക, സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതുമ്പോഴും അത് പഠിക്കുമ്പോഴും പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ അവരാ ഗുഹ, അവരുടെ ഖബറുകൾ, അവർ ആ താമസിച്ച ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരും. അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മദിയൻ എന്ന് പറയുന്ന നാട്, അവിടത്തേക്കാണ് ഷുഐബ് നബി അലൈഹി സ്വലാമിനെ അയച്ചതും മൂസാ നബി അലൈഹി സ്വലാം 10 വർഷക്കാലം അവിടെ താമസിച്ചതും. സൂറത്ത് ത്വാഹയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന് ചെയ്ത അനുഗ്രഹങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഒരു കിബിത്തി ഒരാളെ കൊന്നു, നിങ്ങൾ മദിയനിലേക്ക് പോയി മദിയൻ എന്ന് വന്ന കഥകളൊക്കെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു ഖറിയ മദിയൻ. പിന്നെ ഒന്ന് മഹാനായ സയ്യിദന മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ബഹറു കുൽസും ചെങ്കടൽ എന്ന് പറയുന്ന ബഹറുൽ അഹ്മർ എന്ത് ചെയ്തു, അവരെ പിളർത്തിക്കൊണ്ട് കടന്നു വരികയും ഫിറൗനും കൂട്ടരൊക്കെ മുക്കി നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ വന്ന് അവരെയും കൊണ്ട് ഖുദ്സിലേക്ക് വരികയാണ്. അതായത് അവരുടെ വാഗ്ദത്ത ഭൂമി. അതായത് മഹാന്മാരായ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത്
ഈ നാടൊക്കെ വിട്ട് കുടുംബം ബനു ഇസ്രായേലർ മുഴുവനും ഈജിപ്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അധികാരങ്ങളൊക്കെ കിട്ടിയപ്പോൾ അങ്ങോട്ടേക്ക് അവർ എന്ത് ചെയ്തതാണ്, പിന്നെ താമസം മാറ്റിയതാണ്. അങ്ങനെ പിന്നീട് ഫിറഔനിനാൽ പീഡനങ്ങളൊക്കെ അനുഭവിക്കപ്പെട്ട് അതിൻ്റെയൊക്കെ ആ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അവരെയും കൊണ്ടുവന്നു. വന്ന സമയത്ത് അതിർത്തിയിൽ മൂസാ നബി അലൈഹി ഇസ്ലാം എത്തി, ബനു ഇസ്രായേലിലെത്തി. ഈ ഖുദ്സിലേക്ക് കടക്കാൻ വേണ്ടി അവിടെ ആരെങ്കിലും തങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അയച്ചപ്പോഴാണല്ലോ റൂജുബിന് ഉനക്ക് എന്ത് ചെയ്തത്, ഇവർ 12 ആൾ, ഓരോ ഗോത്രത്തിൽപ്പെട്ട ഓരോ ആളുകളെ, അതിലൊന്ന് മഹാനായ യൂഷ നബി അലൈഹി ഇസ്ലാമാണ്, പിന്നെ കാലബന് യൂക്കന്ന എന്നൊരാളാണ് മറ്റൊരു ഗ്രൂപ്പിൻ്റെ ലീഡർ. ഇവർ രണ്ടാളുമാണ് ആത്മീയമായി മൂസാ നബി അലൈഹി ഇസ്ലാമുമായി അടുപ്പവും കാര്യം ഉണ്ടായിരുന്നത്. മറ്റു 10 ഗോത്രങ്ങളിലെയും നേതാക്കന്മാരുണ്ട്. അവരെ പിടിച്ചു കൊണ്ടുപോയത്, അറസ്റ്റ് ചെയ്തൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ വിട്ടു. അവർ അതിർത്തിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഈ യൂഷ നബി അലൈഹി ഇസ്ലാമും കാലബന് യൂക്കന്നെ എന്ത് ചെയ്തിരുന്നു, അവർ പറഞ്ഞു, മറ്റുള്ള 10 ആളുകളോടും പറഞ്ഞു, നമ്മൾ ഈ കണ്ട ഈ വലിയ രാക്ഷസന്മാരെ കണ്ടത് അവിടെ പറയേണ്ട, പേടിച്ചിട്ട് ഇങ്ങോട്ട് കടക്കൂല. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അവരോട് നമ്മൾ പോവാന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ബാക്കിയുള്ള 10 ആളുകൾ അവരുടെ ഗ്രൂപ്പിനോട് ഈ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി. അങ്ങനെയാണ് അവർ സൂറത്തു മായിദയിൽ കാണാൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ഇദ്ഹബ് അന്ത വറബ്ബുക ഫഖാത്തില ഇന്ന ഹാഹുന ഖായിദുൻ. മൂസ, നീയും റബ്ബും പോയി യുദ്ധം ചെയ്തു. ആ വിഭാഗം അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇന്നാലൻ നദ്ഖുലഹ അബദം മാദാമു ഫിഹ, അവരവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കടക്കൂല. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാം റബ്ബിനോട് ദുആ ചെയ്ത്, ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വാഖി, എൻ്റെ നഫ്സും എൻ്റെ അഖിൻ്റെ നഫ്സും അല്ലാതെ ഞാൻ മറ്റൊന്നും എന്ത് ചെയ്യുന്നില്ല, പടച്ചവനെ മേൽക്കാക്കുന്നില്ല. ഞങ്ങൾക്ക് ഫഫ്റുഖ് ബൈനനാ വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ, ഇവർക്കിടയിൽ ഒരു വേർപിരിവുണ്ടാക്കണം. അങ്ങനെ ആ കൂട്ടർ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞ്, സുഖസുന്ദരമായി ഞങ്ങൾ ഈജിപ്തിൽ കഴിയുകയായിരുന്നു, ഞങ്ങൾ വെറുതെ അവിടുന്ന് കൂട്ടി. എന്ത് സുഖസുന്ദരം! അവർ ഫറോവയാൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, കിബത്തികളാൽ. അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന അതൊക്കെ അവർ മറന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്ന്, ആ തിരിച്ചു പോവലാണ് അവർ പോയ ഭാഗങ്ങൾ മുഴുവൻ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞിങ്ങോട്ട് തന്നെ വരും. തീഹി എന്ന് പറയുന്ന ആ മരുഭൂമിയിലൂടെ നമ്മുടെ യാത്രക്കിടയിൽ നമ്മൾ തൂരിസിനയിലേക്കൊക്കെ പോകുമ്പോൾ ആ വഴികടയിലൂടെയാണ് യാത്ര ചെയ്യാറുള്ളത്. 40 കൊല്ലക്കാലം അവർ തീഹ് എന്ന് പറയുന്ന ആ മരുഭൂമിയിൽ അവർ തണ്ടി തിരിഞ്ഞതായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവിടുന്ന് പിന്നെ മൂസാ നബി അലൈഹി സ്വലാം ഇവരെ ഇങ്ങോട്ടേക്കൊന്ന് കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരിക്കലും അവർ കയറുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാം ആ സമുദായത്തെ പിന്നീട് മഹാനായ യൂഷ നബി അലൈഹിസ്സലാം നിയന്ത്രിച്ചതൊക്കെ, അവർക്ക് അള്ളാഹു താൻ നുബുവത്ത് കൊടുത്തതൊക്കെ നമുക്ക് ഖുർആനിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ ബനു ഇസ്രായേലർ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ പ്രവാചകന്മാരാൽ ഈ പ്രദേശത്തേക്ക് കടക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ ചെയ്ത ഈ തെറ്റ് കുറ്റങ്ങൾ മുഴുവൻ അള്ളാഹു തആല ഒന്ന് പുറത്തു തരാൻ വേണ്ടി അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടേക്ക് പ്രവേശിച്ചോളൂ. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വഖൂലു ഹിത്തത്തുൻ എന്ന് നിങ്ങൾ പറയണം, നഗ്ഫിർ ലക്കും ഖതായാക്കും വസനസീദുൽ മുഹ്സിനീൻ. നിങ്ങളെന്ത് ചെയ്യണം, ഹിത്തത്തുൻ എന്ന് പറയണം. ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്ത ആ പാപഭാരങ്ങളൊക്കെ ഇറക്കി ഞങ്ങൾക്ക് തരണം, പുറത്തു തരണം. ഫബദ്ദലല്ലദീന ളലമു ഖൗലൻ ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ല പറഞ്ഞത്, അതിന് പകരം ഹിന്ദത്വൻ എന്നൊക്കെ പറഞ്ഞ് അവർ വാക്കുകൾ മാറ്റിയതൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അന്ന് അവരോട് കടക്കാൻ പറഞ്ഞ ആ സ്ഥലം, ഇതിൻ്റെ അതിർത്തി പ്രദേശമാകുന്ന അരീഹ, ജെറീക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം, ഖുദ്സ്, ജെറീക്കോ ഇന്ന് അരീഹ എന്ന പേരിൽ അറിയപ്പെടും. അതൊരു പിന്നെ മദീനത്തുൻ സെഹരിയ എന്ന പേരിലാണ് ഇന്നൊക്കെ ആ പ്രദേശം അറിയുന്നത്. മദീനത്തുൻ സെഹരിയ എന്ന് പറയാൻ കാരണം അവിടെ കഠിനമായ ചൂട് കാലത്ത് ഒട്ടും ചൂടുണ്ടാവില്ല, കഠിനമായ തണുപ്പ് കാലത്ത് ഒട്ടും തണുപ്പ് ഏശുകയുമില്ല. ആ പ്രദേശത്തെത്തുമ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറയും, ഖുർആൻ്റെ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു പ്രദേശമാണ് ഇതെന്ന്. അതിന് കാരണം അവർ പറയുന്നത്, സമുദ്രനിരപ്പിൽ നിന്ന് 400 അടി താഴ്ചയിൽ കിടക്കുന്ന പ്രദേശമാണ് ഈ ജെറീക്കോ എന്ന് പറയുന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും 400 അടി താഴെ. അത് ആധുനിക ശാസ്ത്ര ലോകമാണ് ഇത് ലോകത്തെ ഏറ്റവും ഭൂമിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന പ്രദേശമാണെന്ന് കണ്ടുപിടിച്ചത്. പക്ഷേ വിശുദ്ധ ഖുർആൻ അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫി അദിനൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ എന്ന് പറയുന്ന ഫി അദിനൽ അർള് അല്ലാഹു തആല പറഞ്ഞത് ഈ ഭൂമിയെയാണ്, ഏറ്റവും ഭൂമിയുടെ അടിത്തട്ടിൽ കിടക്കുന്ന പ്രദേശം. അപ്പോൾ ആ അരീഹ എന്ന് പറയുന്ന ജെറീക്കോ എന്ന് പറയുന്ന പ്രദേശം വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു കറിയയാണ്.
അവിടെ നമ്മൾ കയറിയാൽ ഖുദ്സ് എന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സ നിലകൊള്ളുന്ന പ്രദേശത്തിൻ്റെ ചുറ്റുഭാഗത്തായിട്ടൊരു 40 കിലോമീറ്ററിൻ്റെ ഉള്ളിലായി കിടക്കുന്ന പ്രദേശമൊക്കെ എന്താണ്, അതിന് ഖുദ്സ് എന്ന് പറയും. ശരിക്ക് മസ്ജിദുൽ അഖ്സ കിടക്കുന്ന പ്രദേശം ഇന്നത്തെ ജെറൂസലമിലാണ്, ഇസ്രായേലിൻ്റെ ഭരണപ്രദേശമാണ്. അരീഹ എന്ന് പറയുന്ന പ്രദേശം ഫലസ്തീൻ അതോറിറ്റിയുടെ ഭാഗമാണ്. ഫലസ്തീനിൽ അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഹമാസിൻ്റെ കീഴിലായി ഭരണം നടക്കപ്പെടുന്ന ഫലസ്തീൻ സ്വതന്ത്ര രാജ്യമുണ്ട്. അതാണ് ഗസ ആസ്പദമാക്കിയിട്ട് അവർ ഭരിക്കുന്നത്. അവരുമായിട്ടാണ് ഇസ്രായേലിൻ്റെ സംഘടനകളുള്ളത്. ഈ ഫലസ്തീനിലെ ഫലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് പിൽക്കാലത്ത് യാസർ അറഫാത്തിൻ്റെ ഒക്കെ കീഴിൽ കുറേ ഗ്രൂപ്പുകളായി അവിടെ മാറിയപ്പോൾ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ഫലസ്തീൻ അതോറിറ്റിക്ക് പരിമിതമായ അധികാരങ്ങളൊക്കെ എന്ത് ചെയ്തത്, ഇസ്രായേൽ വിട്ടുകൊടുത്തത്. അപ്പോൾ ഫലസ്തീൻ അതോറിറ്റിയുടെ ഭാഗമാണ് ഏത്, ഈ ജെറീക്കോ എന്ന് പറയുന്ന സ്ഥലം. അവിടെ എല്ലാത്തരം ഫ്രൂട്ട്സുകളും പഴവർഗ്ഗങ്ങളൊക്കെ വിളയുന്ന സ്ഥലമാണ്. നമ്മളെ ഇവിടെയൊക്കെ വരുന്ന വലിയ മജ്ദൂൾ എന്ന് പറയുന്ന ഈത്തപ്പഴം, ഫലസ്തീൻ്റെ ഈത്തപ്പഴം ഈ പ്രദേശത്ത് വ്യവസ്ഥാപിതമായി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ നാടുകളിലേക്കൊക്കെ വരുന്ന നല്ല ഈത്തപ്പഴങ്ങൾ കാണാം. ഒരുപാട് ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ അവിടെ കാണാം. അവിടെ ഇങ്ങനെ പോയാൽ പഴയ കാലത്ത് ഉമവി ഭരണാധികാരിയായിരുന്ന ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കൊട്ടാരങ്ങളൊക്കെ കാണാം. അത് അവർ ഡമസ്കസ് ആസ്ഥാനമായി തലസ്ഥാന നഗരിയായിട്ടാണല്ലോ അവർ ഭരിച്ചിരുന്നത്. അത് അവരുടെ ഭരണപ്രദേശത്തിൻ്റെ ഭാഗമാണ് ഇത്. ഈ ചൂട് കാലത്തും കഠിനമായ തണുപ്പ് കാലത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടും അനുഭവിക്കാത്തത് കൊണ്ട് ഈ പ്രദേശത്ത് വന്ന് അവർ താമസിക്കാറുണ്ടായിരുന്നു. അവിടെയാണ് ജബലു തജ്രിബ, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട മലകളൊക്കെ ഉള്ള ഒരു പ്രദേശം. പിന്നെ അവിടുന്ന് നമ്മളിങ്ങനെ ചെന്ന് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തും കാണുന്ന ഒരു വലിയ മതിൽക്കെട്ടുണ്ട്. 4.5 കിലോമീറ്റർ ദൂരത്തിൽ തുർക്കി ഉസ്മാനിയ ഖലീഫയായിരുന്ന സുലൈമാനുൽ ഖാനൂനി റളിയല്ലാഹു അൻഹുവിനാൽ നിർമ്മിക്കപ്പെട്ട ഇതാണ്. അതിലേക്ക് കടക്കാൻ, ഉള്ളിലേക്ക് കടക്കാൻ 8 കവാടങ്ങളുണ്ട്. അതിലൊരു കവാടത്തിൻ്റെ പേര് ബാബു ഹിത്ത എന്നാണ്. അത് ഈ സംഭവത്തെ, ചരിത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു വാതിലാണ്. ബാബു ഹിത്ത എന്ന് പറയുന്ന ഒരു വാതിൽ അവിടെ കാണാൻ പറ്റും. പിന്നെ ഒരു കറിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്, ഞങ്ങൾ ഈ ഫലസ്തീനിലെ യാത്രകൾ കഴിഞ്ഞ് അവിടുന്ന് ജെറീക്കോയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഖുദ്സെല്ലാം കഴിഞ്ഞ് 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ജെറീക്കോയിലൂടെ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ അവിടുന്ന് ചാവുകടൽ തുടങ്ങും. ഡെഡ് സീ, ബഹറുൽ മയ്യത്തിൻ്റെ തുടക്കമായി. ആ ബഹറുൽ മയ്യത്ത് ഏകദേശം 76 കിലോമീറ്റർ ദൂരത്തിൽ നീളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഉള്ളത്, ഈ ചാവുകടലിൻ്റെ ഒരു ഭാഗം ഇസ്രായേലിൻ്റെ കയ്യിലാണ്, മറുഭാഗം ഉള്ളത് ജോർഡാൻ്റെ കയ്യിലുമാണ്. അപ്പോൾ ഇതിൻ്റെ തീരത്തു കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യും. സത്യം പറഞ്ഞാൽ ഇതൊരു ഗ്രാമമാണ്. ഈ ഗ്രാമം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മഹാനായ സയ്യിദുന ലൂത്ത് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമറിച്ചത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ഖറിയയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തിയത് ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലൂതൻ ആതൈനാഹു ഹുക്മ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നമ്മളിങ്ങനെ കൊടുത്തതും, വനജ്ജൈനാ മിനൽ ഖറിയത്തില്ലത്തി കാനത്ത് അമൽ എന്ന് പറഞ്ഞ അല്ലാഹു തആല പറയുന്നുണ്ട്. അവരെ വസിച്ചിരുന്ന ഖറിയയിൽ നിന്ന് അവരെ നമ്മൾ രക്ഷപ്പെടുത്തി. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ച മൂത്തഫിക്കാത്തിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂത്തഫിക്കാത്ത് 5 ഗ്രാമങ്ങളടങ്ങിയതാണ് ഈ മൂത്തഫിക്കാത്ത് എന്ന് പറയുന്ന വലിയൊരു പ്രദേശം. അതിൽ ഏറ്റവും വലിയൊരു ഗ്രാമമാണ് സദൂം. ആ സദൂം നിവാസികളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫലസ്തീനിൽ നിന്ന് അതായത് ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന വഴിയിൽ ഈ ജെറീക്കോ കഴിഞ്ഞ് പിന്നെ നമ്മൾ റെഡ് സീയുടെ ചെങ്കടലിൻ്റെ ഭാഗത്തേക്ക്, ഈജിപ്തിൻ്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ചാവുകടലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മുതൽ അത് തീരുന്നത് വരേക്കും അതിൻ്റെ തീരത്തു കൂടിയാണ് യാത്ര ചെയ്യുക. അപ്പോൾ അവിടെ മലകളുടെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ജബൽ സദൂം, ഇങ്ങനെ ആ പ്രദേശത്തിൻ്റെ പേര് അങ്ങനെ തന്നെ എഴുതിയതായി കാണാം. അവിടുത്തെ ആ വലിയ ഗ്രാമം അതാണ് ഈ ചാവുകടൽ നിലകൊള്ളുന്ന സദൂം എന്ന് പറയുന്ന പ്രദേശം. ആ ഒരു ഗ്രാമം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ
വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ജലാലൈനിൽ തഫ്സീറിൽ നമുക്കതിനെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രാമമാണ് അത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മുമ്പോട്ടേക്ക് പോയി ഈജിപ്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റൊരു ഗ്രാമം, അതായത് ചെങ്കടലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. അത് ഈ ചെങ്കടലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തുമ്പോൾ മറ്റേ കര കിടക്കുന്നത് ജോർഡാൻ്റെ ഭാഗമാണ്. ജോർഡാൻ്റെ ആ ഭാഗത്തിന് അഖബ എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഈ അഖബ ഉൾക്കടൽ. അപ്പോൾ ഒരു കടൽ ആരംഭിക്കുന്നത് കാണാൻ പറ്റും. ആ പ്രദേശത്തിൻ്റെ പേര് ഈലാത്ത് എന്നാണ് ഇന്ന് പറയപ്പെടുന്നത്. ഈലാത്ത് എന്ന് പറയുന്ന ആ പ്രദേശം വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇന്ന്. അവിടുന്ന് പിന്നെ ആ പ്രദേശത്ത് നിന്ന് ഈ ഇസ്രായേലിൻ്റെ ബോർഡർ കഴിഞ്ഞ് ഈജിപ്തിൻ്റെ ഹുദൂദിലേക്ക്, അതിർത്തിയിലേക്ക് എത്താൻ ഏകദേശം ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള വ്യത്യാസമേ ഉള്ളൂ. തോബ എന്നാണ് ആ പ്രദേശത്തിന് പറയുക. അപ്പം ഈ ഈലാത്ത് എന്ന് പറയുന്ന പ്രദേശം നമ്മൾ വിശുദ്ധ ഖുർആനിൽ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെ, ബനു ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വസ്അൽഹും അനിൽ ഖറിയത്തില്ലത്തി കാനത്ത് ഹാദിറത്തുൽ ബഹർ ഇദ് യഅദൂന ഫിസ്സബത്ത്. ശനിയാഴ്ച ദിവസം പണിയൊന്നും എടുക്കരുത്, മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞിരുന്നു. അവരൊരു കുതന്ത്രം മെനഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കനാല് കീറിയിട്ടും മത്സ്യത്തൊക്കെ പിടിച്ച ആ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ എന്ത് ചെയ്യണം, കുരങ്ങുകളാകുക എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ ഒരു സമൂഹത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയ ഐല കടപ്പുറം, അതാണ് ഈലാത്ത്. ഇന്ന് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു. വലിയ റിസോർട്ടുകളും മറ്റൊക്കെ ആയിട്ട് അവിടെ ആ അദാബിറങ്ങിയ സ്ഥലത്തെ പരിഗണിക്കുക പോലും ചെയ്യാതെ ആളുകൾ കൂത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായി ആ സ്ഥലം നിന്ന് മാറിയിട്ടുണ്ട്. ആ ഈലാത്ത് എന്ന് പറയുന്ന പ്രദേശം ഖുർആൻ പരിചയപ്പെടുത്തിയ തഫ്സീർ ജലാലൈനി പറഞ്ഞ ആ കറിയ ഇന്ന് നമുക്ക് കാണാം. ഇന്ന് കറിയൊക്കെ പോയിട്ട് അവിടെ വലിയ പട്ടണമായി മാറിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള എല്ലാ സാധനങ്ങളും, വലിയ വലിയ കാറുകളും വാഹന സാധനങ്ങളൊക്കെ എത്തി, കപ്പലുകൾ, വലിയ വലിയ കപ്പലുകളിൽ വന്ന് ഇസ്രായേലിൻ്റെ പരിസരത്ത് ഇറങ്ങുന്നതും മറുവശത്ത് ജോർഡാൻ്റെ ഭാഗത്ത് സാധനങ്ങൾ ഇറങ്ങുന്നതൊക്കെ നമുക്ക് നിരന്തരമായി കാണാൻ പറ്റും. എന്നപോലെ ഇസ്രായേലിൻ്റെ സാധനങ്ങൾ അവിടുന്ന് ലോകത്തേക്കൊക്കെ കയറ്റി അയക്കപ്പെടുന്ന വലിയൊരു പ്രദേശമാണ് ഈലാത്ത് എന്ന് പറയുന്ന പ്രദേശം. പിന്നെ നമുക്ക് ഇനി ഖുർആനിൽ പറഞ്ഞ ഒരുപാട് ഈ ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മളാണ്ട് ഈജിപ്ത് കയറലാണ്. ഈജിപ്തുമായി ബന്ധപ്പെട്ട ടൗണും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ പറയേണ്ടതല്ല. അവിടെ പറയേണ്ടത് നേരത്തെ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് പ്രസംഗിച്ച ഉസ്താദ് കുറേ മഹാന്മാരുടെയൊക്കെ തഫ്സീറുകളും ഇമാമുമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. നമ്മൾ പോവുകയാണെങ്കിൽ ആ ഇമാമുമാരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ പറ്റും. അവരുടെയൊക്കെ മക്ബറുകൾ കൈറോയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ആയി നമ്മുടെ ധാരാളം അഇമ്മത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അടക്കം, അതുപോലെ തന്നെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അടക്കം, സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു തുടങ്ങി പിന്നെ ഷെയ്ഖുന അലി ഉസ്താദ് ഇവിടെ നമുക്ക് ഹിക്മ ദർസ് നടത്തി തരുന്നുണ്ട്. ആ സാഹിബുൽ ഹിക്മ മഹാനായ ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അടക്കം ധാരാളം മഹാന്മാർ. അത് നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയും വലിയ ഗഹനമായ വിഷയമാണ്. ഇമാം ദർദി റളിയല്ലാഹു അൻഹു അവിടെ പരിചയപ്പെടുത്തി. ജാമിയത്തുൽ അസ്ഹറിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ പോയാൽ അവിടുത്തെ മഖബറുകൾ നമുക്ക് കാണാൻ പറ്റും. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അടക്കമുള്ള. അല്ലാഹു തആല അവിടെയൊക്കെ പോകാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു പ്രദേശം നമ്മൾ സാധാരണ യാത്ര പോകുമ്പോൾ തുർക്കിയിലേക്ക് യാത്ര പോകാറുണ്ട്. തുർക്കിയിൽ ഒരുപാട് നമ്മൾ കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ട ഒന്നുണ്ട്. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളെ ദായികളായി അങ്ങോട്ടേക്ക് അയച്ചപ്പോൾ ആ ദായികളെ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞ് കൊന്ന സ്ഥലങ്ങളും സംഭവങ്ങളൊക്കെ കാണാം. ആ ഒരു ഖറിയ ഏതാണ്? അത് അന്താക്കിയ എന്ന് പറയുന്ന ഖറിയാണ്. അത് സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ നോക്കിയാൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ഖദർ അലൈഹിസ്സലാമും അവർ രണ്ടാളും കപ്പലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയ സമയത്ത് ഒരു കുട്ടിയുടെ തലയൊക്കെ പിരിച്ചൊക്കെ കൊന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മുമ്പോട്ടേക്ക് പോയി ആകെ ക്ഷീണിതരായി അവരെത്തിയൊരു ഖറിയ. ആ ഖറിയക്കാരോട് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ അവരൊന്നും കൊടുത്തില്ല. ആ ഖറിയയിലെ വീഴാൻ പോകുന്നൊരു മതിൽ ഖദർ നബി അലൈഹി സ്വലാം പടുത്ത് നന്നാക്കിയതുമായ ചരിത്രം അത് ഈ അന്താക്കിയ എന്ന് പറയുന്ന അതേ ഖറിയ തന്നെയാണ്. ആ ഖറിയ കിടക്കുന്നത് എവിടെയാണ്? അത് തുർക്കിയിലാണ്. തുർക്കിയുടെ ഇന്ന് തലസ്ഥാന നഗരി ഇസ്തംബൂളാണ്. ആ ഇസ്തംബൂളിലാണ്
മറ്റേ മഹാനായ മുഹമ്മദ് അൽ ഫാത്തിഹ് റളിയല്ലാഹുവിനൊക്കെ അടക്കമുള്ള മഹത്തുക്കളുടെയൊക്കെ മക്ബറുകൾ, അതുപോലെ തന്നെ ടോപ്പ് കോപ്പ് മ്യൂസിയമൊക്കെ കിടക്കുന്നത് അവിടെയാണ്. നമ്മൾ പോവുകയും കാണുകയൊക്കെ ചെയ്യേണ്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ബൂർഷ എന്ന് പറയുന്ന സ്ഥലം, കോനിയ, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് മഹാന്മാരുടെയും മഹത്തുക്കളുടെയൊക്കെ മക്ബറുകളും ചരിത്ര സ്മാരകങ്ങളുമൊക്കെ ഉള്ള സ്ഥലം. അവിടെ നിന്ന് കിടക്കുന്ന പിന്നെ നമ്മൾ നീനവ എന്ന് പറയുന്ന ഒരു നാടുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച നാട്. ആ നാട് ശരിക്ക് കിടക്കുന്നത് ബഗ്ദാദിൽ, ഇറാഖിലാണ്, ഇന്നത്തെ ഇറാഖിലാണ്. അവിടുന്ന് ബഗ്ദാദിൽ നിന്നൊരു 350 കിലോമീറ്റർ ദൂരെ മൗസിലിനോട് ചേർന്നിട്ടാണ് കിടക്കുന്നത്. മൗസിൽ ജൂതി പർവ്വതം, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കപ്പൽ വന്നിറങ്ങിയ ആ സ്ഥലം, ആ സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ നീനവ എന്ന് പറയുന്ന നാട് കിടക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മളിങ്ങനെ മലകൾ ഇങ്ങോട്ട് കയറി ഇറങ്ങിയാൽ പിന്നെ എത്തിച്ചേരുന്ന സ്ഥലം അത് തുർക്കിയുടെ സ്ഥലമാണ്, കുർദിസ്ഥാൻ. ആ കുർദിസ്ഥാനിൽ കൂടെ, കുർദിസ്ഥാൻ്റെ ഒരു ഭാഗം പിന്നെ ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗത്താണ്, മറ്റൊരു ഭാഗം കിടക്കുന്നത് തുർക്കിയുടെ ഭാഗത്താണ്. ആ ഭാഗത്തിലൂടെ യാത്ര ചെയ്താലാണ് ഈ അന്താക്യ എന്ന് പറയുന്ന സ്ഥലം എത്തുക. അപ്പോൾ ഈ അന്താക്യ എന്ന് പറയുന്ന ഒരു ഖറിയ, അത് വിശുദ്ധ ഖുർആൻ ഉണർത്തി, അതായത് സൂറത്ത് ജലാലൈനിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഖറിയ ഏതാണ്, ആ ഖറിയ എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് അന്താക്യ. ഇനി ഈ നാടുകളിലൂടെയൊക്കെ പോവാനും വരാനൊക്കെ ഇപ്പോൾ യാത്ര ഒരുപാട് ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മളൊരു ശ്രമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾക്കൊക്കെ പോകാനും വരാനൊക്കെ പ്രയാസങ്ങളൊന്നുമില്ല. ആ നാടുകളൊക്കെ, എല്ലാ നാടും ഇന്ന് നമ്മുടെ കൈ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്താണ് അതൊക്കെ കിടക്കുന്നത്. ഒന്നുകിൽ പണം സമ്പാദിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ പല വിഷയങ്ങൾക്ക് അനാവശ്യമായൊക്കെ പൈസകൾ ഇങ്ങനെ ചിലവാക്കുമ്പോൾ നമുക്കൊരു തീരുമാനം, എനിക്ക് അടുത്ത വർഷം ഒരു വിദേശയാത്ര അല്ല ഒരു സിയാറത്ത് യാത്രക്ക് പോകണം. ഒരു ജോർഡാനും ഈജിപ്തും മാത്രമാണെങ്കിൽ 1,00,000 ചില്ലറ റുപ്യക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് പിന്നെ ഒരു 1-2 വർഷം ചെറിയ ചെറിയ സംഖ്യകളായി എടുത്തു വെച്ചാൽ ഒന്നുകിൽ പോകാൻ പറ്റും. ഇനി ഒരു പൈസ ഇല്ലാതെ നിങ്ങൾക്കൊക്കെ വരാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ യാത്രയിൽ വരാം. അത് ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ നമ്പറൊക്കെ എടുത്തിട്ട് നിങ്ങൾ വിശദമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഫീൽസും ഇല്ലാതെ നിങ്ങൾക്ക് വരാനും പറ്റും. ചെറിയ കച്ചവടത്തിന് കൂടിയിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാനും പറ്റും. അതിനൊക്കെയുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതൊക്കെ സൈഡ് ബിസിനസ്സായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ യാത്ര പോയാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് യാത്രയുടെ അനുഭവങ്ങൾ വേറെ ഒന്ന് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഉൽ സീറു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യണം അവരോട് പറയൂ. ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. നമ്മളിപ്പോൾ ഇവിടെ അള്ളാഹുവിനെ കളവാക്കിയ ആളുകളെ, നശിപ്പിച്ച ആളുകളുടെ കറിയകളെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ കാണുകയും അറിയുകയും അത് ഉൾക്കാഴ്ചയോടുകൂടി ഉൾക്കൊണ്ട് മനസ്സിലാക്കണമെങ്കിൽ യാത്ര ചെയ്ത് കാണുക തന്നെ വേണം. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം. കുറേ യാത്ര ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹ് ചോദിക്കേണ്ട, അവരെ മെസീറു ഫിൽ അർള് ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്താ പിന്നെ യാത്ര ചെയ്യാത്തത്? അപ്പോൾ നമ്മൾ പോവല്ലേ? ഇൻഷാ അള്ളാഹ് ഒരു അസുഖങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. നമ്മളൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ കൊണ്ട് പോകണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടി പോയപ്പോൾ അതിൻ്റെ പിറകിൽ പിന്നെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ധാരാളം തവണ 10-40 തവണ ഈ രാജ്യങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ എനിക്ക് അൽഹംദുലില്ലാഹ് അവസരം ഉണ്ടായിട്ടുണ്ട്. അത് കുറേ ആളുകളെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഓരോ യാത്രകളിലും പുതിയ പുതിയ അനുഭവങ്ങളും പുതിയ പുതിയ പഠനങ്ങൾക്കൊക്കെ സാധ്യമാകും. പ്രത്യേകിച്ച് ദേവാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ദേവാ കോളേജുകളിൽ പഠിക്കുകയും മുദരിസന്മാരായി സേവനം ചെയ്യുന്ന നിങ്ങളൊക്കെ വരികയാണെങ്കിൽ നല്ല അവസരങ്ങളുണ്ട്. നല്ല ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് രചിക്കാൻ പറ്റും. ഒരുപാട് അനുഭവ പാഠങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങളിൽ ഗവേഷണവും പഠനങ്ങളൊക്കെ നടത്താൻ പറ്റും. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഫ്രീ ആയിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാനതിൻ്റെ ഹിക്മത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ബന്ധപ്പെടുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.